ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ സൂപ്പർ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. മുട്ട കാച്ചിയ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി ഒരു കോഴിമുട്ടയും ഒരു കപ്പ് തേങ്ങാപ്പാലും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഏലക്കാപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊരു ഫോർക്കോ വിസ്കോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നന്നായിട്ട് ഈ ബീറ്റ് ചെയ്തെടുക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട് മുട്ടയും പഞ്ചസാരയും. ഇനി ആ തേങ്ങാപ്പാൽ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുകയും ബീറ്റ് ചെയ്യുകയും കൂടെ ഒരുമിച്ചാവണം. അല്ലെങ്കിൽ അതിലേക്ക് മിക്സ് ആവില്ല. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഈ ഫ്ലേവറിന് ആവശ്യമായ ഏലക്കാപ്പൊടി ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്ക് ഈ കൂട്ട് വെച്ച് കാച്ചിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കാച്ചിയെടുക്കാൻ വേണ്ടി. വിസ്കോ ഫോർക്കോ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. തിളയ്ക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ അരിപ്പത്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം സാധാരണ ലഭ്യമല്ല. ഇത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ശീലിച്ചു പോകുന്നൊരു ഭക്ഷണമാണ്. അതായത് അരി പത്തിരിയും മുട്ട കാച്ചിയതുമായി ഒന്നിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വിസ്തരിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് അവർണ്ണനീയമായ ഒരവസ്ഥയാണ് ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഈ ഭക്ഷണം രീതി പ്രാവർത്തികമാക്കിയത് ഞങ്ങളുടെ പരേതയായ മാതാവായിരുന്നു. ആ മാതാവിൽ നിന്നുമാണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതും അതിൻ്റെ രുചി ആസ്വദിച്ചിട്ടുള്ളതും. ഇപ്പോൾ പിൻതലമുറ അത് ഏറ്റുപിടിച്ചു. വീണ്ടും ആ ഭക്ഷണം ഞങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പരേതയായ ഞങ്ങളുടെ മാതാവിനോടുള്ള സ്മരണ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നിലനിർത്തുന്നു. ഈ രുചികരമായ ഭക്ഷണം പരിചയപ്പെടുക. സൂപ്പർ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.